നാട്ടെടുത്തപ്പോൾ നോക്കി ഇവിടെ എന്തെങ്കിലും നാറണമെന്ന് അപ്പോഴും സാമ്പ്രാണി തിരിയാക്കാൻ നാറുന്നു. പിന്നെ ഇവിടെ സഞ്ചിയെ കൊണ്ടുവച്ചിട്ട് അവിടെ പോയി നോക്കി ലൈറ്റ് ഇട്ട് നോക്കി, ലൈറ്റൊന്നുമില്ല. അപ്പോഴാണ് പിള്ളേരെടുത്ത് ഞാൻ പറയാൻ ഫോൺ എടുത്ത് തന്നപ്പോൾ ഞാൻ ചെയ്യപ്പോൾ കൈ മാത്രം കൊണ്ട് ഞാനിങ്ങ് വന്നിരുന്നിട്ട് കുറേയൊക്കെ കഴിഞ്ഞ് പിള്ളേ പറഞ്ഞു, എൻ്റെ പപ്പ അലുമിനി പാത്രം എന്തിനാ കൊണ്ട് വച്ചിരിക്കുന്നത്, ബംഗലപാത ആരേത് വീട്ടിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് വച്ചേക്കുന്നത്, ചെന്ന് നോക്ക്. അങ്ങനെയാണ് അവൾ ചെയ്തത്, അല്ലെങ്കിൽ പോയില്ല. അവൾ വിളിച്ച് ഇങ്ങോട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. ഞാൻ ഓടിച്ചെന്ന് പൊട്ടി കളഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നോക്കിയിരിക്കുകയല്ലേ എന്ന്. ഞാൻ അതുകൊണ്ട് അവൾ വിളിച്ചോടനെ പൊട്ടി. പിന്നെ കടയിൽ പറക്കി അവളെ സമാധാനപ്പെടുത്തി അന്ന് കേട്ടക്കിടന്നു. എന്ത് ചെയ്യാം, ഇവരൊക്കെ അറിഞ്ഞ് ടി വിയിൽ കണ്ടെന്ന് എല്ലാ കാര്യം സമയത്ത് തന്നെ ആരും നാക്കടിച്ചില്ല. പറയലായിരുന്നു അന്ന് ഒരു മൂക്കിട്ട് പോലും മൂളിയില്ല. കഴിച്ചു കൂട്ടി ആഹാരം പോലും കഴിച്ചില്ല. അങ്ങനെയാണ് കിട്ടുന്നത്. രാവിലെ അയച്ച് പള്ളിയിൽ പോയത്. ഈ റസല്ല ഞാൻ ചെയ്തത്. മനസ്സിന് അത്ര ഒരു ഇതായിട്ടില്ല. നേരത്തെ 15 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ അവൾ നല്ലതുപോലെ പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് ആണടി ഇല്ലല്ലോ, ഒരാണടി കിടക്കട്ടെ, നാളെ തിരുന്തന്ന് എന്ത് തെറ്റ് 1000 തെറ്റ് ഞാൻ ചെയ്തിരിക്കും. പക്ഷേ ഇത് കണ്ടത് ഞാൻ ഒരു മനസ്സിൻ്റെ കൈ വെള്ളം അടിച്ചും കൊണ്ട് കണ്ടടിക്കും. പുതിയങ്കളങ്കര വട്ടവള കുന്നുമള എന്ന് പറയും, ആർട്സ് പള്ളിയുടെ അടുത്ത്. അത് അവർക്ക് അവിടെ ഇവർ താമസിക്കുന്ന ഇഷ്ടമല്ല. അവനും ഉണ്ട്. അത് നാടോടി യാത് കിട്ടിയാലും അവൻ അങ്ങനെ എന്തെങ്കിലും തർക്കവും വഴക്കുണ്ടായിട്ടുണ്ടോ? എന്തൊരു വസ്തു അങ്ങനെ നമുക്ക് വഴക്കില്ല. പക്ഷേ പോണത് അഴിമതി. ശരി.